कौन इंस्टाग्राम पर डाल देगा, कौन ट्विटर पर डाल देगा, कौन मेरी रीढ़ की हड्डी को तय करने लगेगा। तो मैं बताना चाहता हूँ, झुकना और नमस्कार करना मेरी आदत है। ये नहीं കോൺഗ്രസിന്റെ കുപ്പായം അയച്ചു വെച്ചിട്ട് ഉപരാഷ്ട്രപതിയുടെ കുപ്പായം തയ്പ്പിച്ച് അത് ഇടാൻ റെഡി ആയിട്ടിരിക്കുന്ന ശശി തരൂരിന്റെ വാർത്തകളാണ് ഇന്നലെ മുതൽ നമ്മൾ കാണുന്നതിലെ. ആക്ച്വലി ശശി തരൂർ ഈ പറഞ്ഞ കുപ്പായം തയ്പ്പിച്ച് വെച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു കാര്യം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല റീസൺ കൊണ്ടും എനിക്കതിനോട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വെറും ഒരു ഉപരാഷ്ട്രപതിയായിട്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തോന്നും ഈ ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഇത്രയും മോശപ്പെട്ട എന്തെങ്കിലും സംഭവമാണെന്ന്. പക്ഷേ നമ്മുടെ NDA സർക്കാർ ഈ രാജ്യം ഭരിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോദി അല്ലെങ്കിൽ നമ്മുടെ അമിത്ഷാ ഈ പറഞ്ഞ BJP സ്ഥാനാർത്ഥികളല്ല BJP നേതാക്കളും ഇന്ത്യ ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ചില പാവകളായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഉപരാഷ്ട്രപതിയും അതുപോലെ തന്നെ രാഷ്ട്രപതിയൊക്കെ. നമ്മുടെ ഭരണഘടനയിൽ ഏറ്റവും കൂടുതൽ പവർ ഉണ്ട് എന്ന് നമ്മൾ പറയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് പോരുന്ന പോസ്റ്റുകളാണ് ഈ പറഞ്ഞ പോസ്റ്റുകളൊക്കെ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ഈ ജഗദീപ് ധങ്കറിൻ്റെ ഒരു കാര്യം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് മോദി പറയുന്നത് അതല്ലെങ്കിൽ BJPയുടെ അധ്യക്ഷൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ പാർലമെന്റിൽ വന്നിട്ട് മറ്റ് പ്രതിപക്ഷത്തിന് അടിച്ചേൽപ്പിക്കുന്ന, അതല്ലെങ്കിൽ പല കാര്യങ്ങളിലും പ്രതിപക്ഷത്തിന് എതിരെ അതിൽ സത്യമുണ്ടോ എന്താണ് കറക്റ്റ് എന്ന് ഒരിക്കലും പുറത്ത് കാണിക്കാത്ത രീതിയിൽ സഭാ അധ്യക്ഷനായിട്ട് മാറാറുണ്ട് പല സമയത്തും. നമ്മുടെ അങ്ങനെ പറയണല്ലേ എക്സ് ഡെപ്യൂട്ടി പ്രസിഡന്റ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സഭാ അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യസഭയുടെ അധ്യക്ഷൻ എപ്പോഴും വൈസ് പ്രസിഡന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങേരുടെ പല ആക്ടിവിറ്റീസിന് എതിരെ എപ്പോഴും പ്രതിപക്ഷം മുന്നോട്ട് വരാറുണ്ട്. അവിശ്വാസ പ്രമേയം വരെ ഈ പറഞ്ഞ സ്പീക്കർക്കെതിരെ നമ്മുടെ പ്രതിപക്ഷം ഒരിക്കൽ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. അതുകണ്ട് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ധങ്കറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ. ഇന്നലെ വൈകിട്ട് വരെ സഭയിലിരുന്ന് സഭയുടെ കാര്യങ്ങളെല്ലാം വേണ്ട പോലെ ചെയ്ത് അതിനുശേഷം 1-2 മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് ഇനി നാളേക്ക്, അതായത് ഇന്നേക്കുള്ള മീറ്റിങ്ങുകളുടെ വരെ ഷെഡ്യൂളിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടുള്ള നമ്മുടെ ഉപരാഷ്ട്രപതി എന്തുകൊണ്ടായിരിക്കും രാത്രി 9 മണിക്ക് സ്വന്തം ട്വിറ്ററിലൂടെ എക്സിലൂടെ ഒരു റെസിഗ്നേഷൻ പുറത്തോട്ട് വിട്ട് മറ്റൊരു കോപ്പി രാഷ്ട്രപതിക്ക് അയക്കേണ്ടി വന്നു കഴിഞ്ഞ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വൈകിട്ട് 6 മണി മുതൽ 6 മണി വരെ ഓഫീസിലിരുന്ന ആൾ 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് എന്ത് നടന്നു എന്നാണ് പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ 3 മണിക്കൂറിലല്ല അവിടെ ഒന്നും നടന്നത്. ഇതെല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരുന്നു. ഇത് മുൻകൂട്ടി പറഞ്ഞു വെച്ച് അതല്ലെങ്കിൽ BJPയുടെ സൈഡിൽ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അതല്ലെങ്കിൽ BJP അധ്യക്ഷന്മാരുടെ സൈഡിൽ നിന്നും BJP നേതാക്കന്മാരുടെ സൈഡിൽ നിന്നും ഏത് രീതിയിലാണ് ഇവർ ഈ ചരട് വലിക്കുന്നതെന്ന് അറിയില്ല. ആ ചരട് വലിയുടെ ഭാഗമായിട്ട് മുൻകൂട്ടി പറഞ്ഞു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി രാജിവെപ്പിച്ചതാണ് നമ്മുടെ ഉപരാഷ്ട്രപതിനെ എന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ, കുറച്ചൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിന് പല പല കാരണങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് JP നദ്ദ ഇന്നലെ പാർലമെന്റിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാണ്. ഇന്നലെ പ്രതിപക്ഷം വളരെ അധികം ബഹളം ഉണ്ടാക്കി പല കാര്യങ്ങളും, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങളായിട്ടും അതല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ 2-3 മാസത്തിലുള്ള ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ സംബന്ധിച്ച് ഇതിനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രതിപക്ഷം ബഹളം വെച്ച സമയത്ത് JP നദ്ദ എഴുന്നേറ്റ് നിന്നൊരു കാര്യം പറയേണ്ടായിരുന്നു. ഇതായിരുന്നു ആ കാര്യം. Nothing will go on record. Whatever I say will go on record എന്നാണ് JP നദ്ദ പറഞ്ഞത്. വളരെ വ്യക്തമാണ്. അതായത് പ്രതിപക്ഷം നിങ്ങൾ എന്തൊക്കെ അവിടെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാലും ഈ പറഞ്ഞതൊന്നും റെക്കോർഡിക്കലാവില്ല. പാർലമെന്റിന്റെ മൺസൂൺ സെഷനിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യില്ല. ഞാൻ എന്ത് പറയുന്നു അത് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ എന്നാണ് ഈ BJPയുടെ അധ്യക്ഷൻ വിളിച്ച് പറയുന്നത്. ഇത് നമ്മുടെ സ്പീക്കറെ മുൻനിർത്തിയാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ചിന്തിക്കണം. ഒരു സഭ നടന്നുകൊണ്ടിരിക്കുമ്പം എന്ത് റെക്കോർഡിക്കലാവണം, എന്ത് റെക്കോർഡിക്കലാകരുത്, അവിടെ പറയരുത് എന്ന് കൺട്രോൾ ചെയ്യുന്ന കംപ്ലീറ്റ് പവറുള്ള ആളാണ് നമ്മുടെ ഡെപ്യൂട്ടി പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ സ്പീക്കറായിട്ടുള്ള ധങ്കർ. പുള്ളിനെ ഇരുത്തിക്കൊണ്ട് JP നദ്ദ ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പം ഏതൊരാൾക്കും അവിടെ
ഈഗോ ഹേർട്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈഗോ ഹേർട്ട് ചെയ്യും. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, നിങ്ങളൊരു ക്ലാസ്സിൽ ഒരു സൈഡിൽ നിന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പുറത്തുനിന്നുള്ളൊരു കുട്ടി വിളിച്ചില്ല, നിങ്ങൾ ബഹളം വെക്കണ്ട, നിങ്ങൾ ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ പറയണതാണ് ഇവിടെ നടക്കുക എന്ന് പറയുമ്പം അവിടെ നിൽക്കുന്ന ഒരു അധ്യാപകൻ കാണില്ല ഈ ക്ലാസ്സിൽ, അയാളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത്രയൊക്കെ തന്നെ. അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ഉദാഹരണമാണ്. അത് തന്നെയാണ് ഇന്നലെ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും. അപ്പം ഈ ഒരു വിധേയത്വപ്പെട്ട് ആണ് ഇത്രയും കാലം നമ്മൾ പല വീഡിയോസും പല ഫോട്ടോഗ്രാഫ്സും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഉപരാഷ്ട്രപതി മോദിയുടെ ഒക്കെ ഫ്രണ്ടിൽ വരുമ്പോൾ എത്ര വിധേയപ്പെട്ടാണ് നിൽക്കുന്നത്, അങ്ങ് താന്ന് വീണ് കാലിൽ പിടിക്കുന്ന ലെവലിലോട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നിൽക്കുന്നത്, അതുപോലെ തന്നെ BJP നേതാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പല രീതിയിലുള്ള ട്രോളുകൾ പോലും ഇതിന് വന്നിട്ടുണ്ട്. ഇനി ഒരു പ്രധാന വേദി വരുന്ന സമയത്ത് പോലും അവിടെ ഇപ്പം BJP ഹയർ നേതാക്കൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കേണ്ട അവസ്ഥ വരെ ഈ നമ്മുടെ മുൻ ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിൽ, ധങ്കറിൻ്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇന്നലെ ഇങ്ങനത്തെ ചില കാര്യങ്ങളും ഈ സഭയിൽ നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഉള്ളിൽ വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഉള്ളിൽ ആൾക്ക് എപ്പോഴും ഒരു കാര്യം ഉണ്ടായിരിക്കാം. പലപ്പോഴായിട്ട് വിധേയത്വപ്പെട്ട് പല കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്, പ്രതിപക്ഷത്തിന് തോന്നിയിട്ടുണ്ട്, കാണുന്ന ആൾക്കാർക്കൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇനി അതൊക്കെ പോട്ടെ, നമുക്ക് അറിയാം യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെൻറ്റിൻ്റെ ഒരു കാര്യമുണ്ട്. ഇംപീച്ച്മെൻറ്റ് മോഷനിൽ ഇന്നലെ രാജ്യസഭയിൽ പ്രതിപക്ഷം പ്രമേയം, ആ പ്രതിപക്ഷത്തിൻ്റെ പ്രമേയമാണ് നമ്മുടെ ഉപരാഷ്ട്രപതി അക്സെപ്റ്റ് ചെയ്തത് ഇന്നലെ. അതിൻ്റെ പേരിലും ഒരു ഭരണപക്ഷത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രഷർ എന്ത് കഴിഞ്ഞാലും നമ്മുടെ ഉപരാഷ്ട്രപതി ധങ്കറിൻ്റെ സൈഡിലോട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ പറഞ്ഞ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളല്ലാതെ ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഇനി ഈ ഒരു ഉപരാഷ്ട്രപതി സ്ഥാനത്തോട്ട് വരുന്നത് ശശി തരൂർ ആവാം, അതല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ആവാം, അതല്ലെങ്കിൽ നിർമ്മല സീതാറാം ആവാം എന്നുള്ള പല രീതിയിലുള്ള ന്യൂസുകൾ ഇന്ന് രാവിലെ മുതൽ കാണുന്നുണ്ട്. ഇതിൽ ശശി തരൂരിൻ്റെ പേര് എന്തുകൊണ്ട് ഇത്ര മുഴച്ചു കേൾക്കുന്നത് നമുക്കറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ കുപ്പായം പകുതി ഊരി നിൽക്കുന്ന ശശി തരൂരിനെ നമ്മൾ കണ്ടത്. അതായത് കോൺഗ്രസ് ആയിട്ട് പുറത്താക്കുന്നില്ല, താനായിട്ട് പുറത്തു പോകുന്നില്ല എന്നൊരവസ്ഥ. ഇങ്ങനെ നിൽക്കുന്ന ശശി തരൂരിന് സ്ഥാനം കൊടുക്കും BJP സ്ഥാനം കൊടുക്കും എന്നുള്ള ഏറ്റവും കൂടുതൽ വിവാദകരമായിട്ടുള്ള പല ഡിസ്കഷൻസും പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കാണുന്നു. അപ്പം ആളുകൾ ഓട്ടോമാറ്റിക്കലി കൂട്ടിക്കെട്ടും, ഇത് ശശി തരൂരിന് കൊടുക്കുന്ന പോസ്റ്റായിരിക്കും, അതിന് വേണ്ടിയിട്ടായിരിക്കും. അതാവുമ്പം MP സ്ഥാനം രാജിവെക്കണ്ട, അതല്ലാണ്ട് പാർട്ടി മാറിക്കഴിഞ്ഞാൽ MP സ്ഥാനം രാജിവെക്കണം, ബൈ ഇലക്ഷൻ ഉണ്ടാകും. പക്ഷെ ഇതാവുമ്പം MP സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല, പുള്ളിക്ക് ഉപരാഷ്ട്രപതിയായി തുടരാം. അതുപോലെ തന്നെ BJPനെ അവിടെ നിന്ന് അങ്ങോട്ട് പല രീതിയിലും സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. എന്നാൽ നമ്മുടെ ശശി തരൂർ അറിയപ്പെടുന്നത് ഒരു രാഷ്ട്രീയക്കാരനായിട്ടോ അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ ചാണക്യനായിട്ടോ ഒന്നുമല്ല. അദ്ദേഹം മറ്റു പല രീതിയിലും ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും നയതന്ത്രപരമായിട്ടും മറ്റു പല രീതിയിലും പുള്ളി അറിയപ്പെടുന്നുണ്ട്. പുള്ളിയുടെ സ്കിൽ സെറ്റ് തന്നെ വേറെ തന്നെയാണ്. അപ്പം അത്രയും സ്കിൽ സെറ്റുള്ള ഒരാൾ വെറും ഒരു വിധേയത്വപ്പെട്ട് ഈ പ്രധാനമന്ത്രിയുടെയും അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ JP നന്ദനെ പോലത്തെ BJP അധ്യക്ഷന്മാർ പറയുന്നത് കേട്ട് അവർ പറയുന്നതിന് വിധേയത്വപ്പെട്ട് ഒരു ഉപരാഷ്ട്രപതിയായിട്ട് ഒരു സ്ഥാനം ഏറ്റെടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തന്നെയാണ് പല വിദഗ്ധരുടെയും അഭിപ്രായം. പക്ഷേ നമ്മുടെ നാട്ടിലെ കുറച്ച് സംഖ്യകൾ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട്, കോൺഗ്രസിനെതിരെയുള്ള പല ആളുകളും ഈ കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നെ മുന്നോട്ട് വരുന്ന മറ്റൊരാളാണ് നമ്മുടെ മുഹമ്മദ് ആരിഫ് ഖാൻ. നമ്മുടെ മുൻ ഗവർണറായിരുന്നു, ഇപ്പം ബീഹാർ ഗവർണറാണ്. നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ബീഹാറിൽ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ഈ വരുന്ന നവംബറിൽ ഇലക്ഷൻ ഉണ്ട്. അപ്പോൾ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് BJPയുടെ, അതായത് BJP എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, NDA എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കേൾക്കുന്ന ഒരാൾ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. നമ്മുടെ കേരളത്തിലെ ഗവർണറായി വന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം പുള്ളിനെ പിടിച്ചു നിർത്തിയിട്ട് ഒരു ഉപരാഷ്ട്രപതി സ്ഥാനം, ഇപ്പം പുള്ളിയുടെ ഏജിനും കാര്യങ്ങൾക്കൊക്കെ ഇനി പറ്റുന്ന കാര്യം അത് തന്നെയല്ല. ഒരു തീവ്ര രാഷ്ട്രീയത്തിലോട്ടൊന്നും ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റുന്ന പ്രായപരിധിയല്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിനെ ചിലപ്പം ഉപരാഷ്ട്രപതി ആക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അത് ഈ ബീഹാർ ഇലക്ഷനും കൂടെ മുൻനിർത്തി കണ്ടിട്ട് അവിടുത്തെ ഒരു വോട്ടിംഗ് കൂട്ടാനുള്ള ഒരു തന്ത്രമായിട്ട് BJP ചിലപ്പോൾ എടുക്കാം. അതാണോ BJPയുടെ ഉള്ളിൽ ഓടുന്ന തന്ത്രം ഒന്നും നമുക്കറിയില്ല. അതൊരു കാര്യം. പിന്നെ നമ്മുടെ ശ്രീധരപിള്ള കഴിഞ്ഞ ദിവസം ഗോവ ഗവർണർ സ്ഥാനത്തുനിന്ന് രാജിവെക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ട് ആളെ. ഇനി അയാൾക്ക് കൊടുക്കാനാണോ ശ്രീധരപിള്ളക്ക് കൊടുക്കാനാണോ ഈ ഒരു ഉപരാഷ്ട്രപതി സ്ഥാനം എന്നെനിക്ക് തോന്നുന്നില്ല. പുള്ളി ആൾ നല്ല നേതാവൊക്കെയാണ്,
ചില ഈ തീവ്രത പറഞ്ഞ് അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വം പറഞ്ഞിട്ടൊന്നും അങ്ങനെ സംസാരത്തിലോട്ടൊന്നും പുള്ളിക്ക് വരാറില്ല. പക്ഷേ പുള്ളിനെ പോലത്തെ ഒരാൾക്ക് ഈ ഒരു ഉപരാഷ്ട്രപതി സ്ഥാനം ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ചുമ്മാ ഈ വിധേയത്വപ്പെട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണോ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്ക് ഈ സ്ഥാനം കിട്ടിക്കൂടായികയല്ല. ഇനി നിർമ്മലാ സീതാറാം മറ്റൊരാളാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ നിർമ്മലാ സീതാറാമിൻ്റെ ഒക്കെ പേര് ഇതിലോട്ട് വരുന്നത് എന്നുള്ളത്, ഓൾറെഡി BJPയിൽ ഇപ്പോഴത്തെ എന്താ പറയുക ഈ മന്ത്രിസഭ ഒരു ചേഞ്ചസ് വരുത്താനുള്ള മന്ത്രിസഭ പുനർസംഘടന എന്നുള്ള ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തോട്ട് പുതിയ ആൾ വരുന്നുണ്ട്. ഇങ്ങനെ കുറേ ചേഞ്ചസ് ഇതിൻ്റെ ഉള്ളിൽ BJP പാർട്ടിയുടെ ഉള്ളിൽ അതുപോലെ തന്നെ മന്ത്രിസഭയുടെ ഉള്ളിൽ നടത്താൻ വെക്കുന്ന ഒരു സമയത്താണ് ഈ പറഞ്ഞ ശ്രീധരപിള്ള അവിടുന്ന് മാറ്റപ്പെടുന്നതും ഈ നമ്മുടെ ഇപ്പം ധങ്കർ ഇവിടുന്ന് രാജിവെക്കുന്നതും ഇതൊക്കെ. അപ്പം ഇതിലൊക്കെ ഒരുപാട് ഉള്ളിൽ പല കളികളും കാണുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷൻ കമ്മീഷനെ വെച്ചിട്ട് പൗരത്വം വരെ എന്താ പറയുക മാറ്റി നിർണ്ണയിക്കാനുള്ള പല ട്രൈകളും നമ്മുടെ കേന്ദ്ര സർക്കാർ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിനെതിരെ നമ്മുടെ സുപ്രീം കോർട്ട് വരെ ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത്തരത്തിലുള്ള അഡീഷനും ഡിലീഷനും ഒക്കെ വോട്ടേഴ്സിൻ്റെ. അപ്പോൾ ഇനി അതിൻ്റെ ഒരു എന്താ പറയുക വാർത്തകളിൽ നിന്ന് മാറ്റി നിർത്താനും കൂടെ വേണ്ടിയിട്ടാണോ? അങ്ങനെയാണ് BJP ഇപ്പോഴും ചെയ്യാറ്. ഒരു വലിയൊരു സംഭവം പിന്നിൽ നടക്കുമ്പോൾ ചെറിയൊരു കാര്യം മാധ്യമങ്ങൾക്കും മറ്റുള്ള ആൾക്കാർക്കും മുമ്പിൽ ഇട്ടുകൊടുത്ത് മറ്റൊരു സംഭവം മറയ്ക്കുന്ന കാര്യങ്ങൾ എപ്പോഴും BJP ചെയ്യാറുണ്ട്. ഇനി അങ്ങനെ വല്ല ഐഡിയ ആണോ BJPയുടെ സൈഡിൽ നിന്ന് വരുന്നത് എന്നുള്ളതും നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ സ്ഥാനത്തോട്ട് ശശി തരൂരിൻ്റെ പേരും ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പേരും നിർമ്മലാ സീതാറാമിൻ്റെ പേരും ശ്രീധരപിള്ളയുടെ പേരും ഒക്കെ ഇങ്ങനെ മുഴച്ച് നിൽക്കുന്നുണ്ട്. ഒരു വിത്തിൻ 60 ഡേയ്സിലാണ് ഇങ്ങനെ ഒരു സംഭവം, അതായത് ഒരു ഉപരാഷ്ട്രപതി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 60 ഡേയ്സിലാണ് തെരഞ്ഞെടുപ്പ് വരേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞ പോലെ വരുന്നത് പാർലമെൻറ്റ് അംഗങ്ങളും അതുപോലെ തന്നെ ലോക്സഭ രാജ്യസഭ അംഗങ്ങളാണ്, അവിടുത്തെ പ്രതിനിധികളാണ് ഇതിൻ്റെ വോട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവും എന്ന് വിചാരിക്കാം. പിന്നെ നമ്മൾ വിചാരിക്കാത്ത വേറെ വല്ല കൂർമ്മ കളികൾ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ BJP കളിക്കുന്നുണ്ടോ എന്നുള്ളതും അറിയണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് തന്നെ പറ്റും.